എന്തിന്റെ കുഞ്ഞാണോ ഇത്? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. നിനക്കെന്തൊരു അസുഖമുണ്ടോ തലയ്ക്ക്? ലവന്തോ 8 കാലിയായിട്ടൊക്കെ വരുന്നടാ. ഇതെന്താടാ ശവപ്പെട്ടി എണീറ്റ് വന്നതാ? കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. അത്രയ്ക്ക് ജോറാണോ? വൃത്തിയട്ടവനെ, എന്താ ശരിയായില്ലേ? ഒരു വൈപ്പ് മീശ അവിടെ വെച്ചാലോ? ചെന്നൈന്നാണോ വരുന്നേ? അല്ല, ഞാൻ നാട്ടിൽ നിന്ന് വരുന്നത്. എന്റെ വിസ വന്നായിരുന്നു. അപ്പൊ ഞാൻ പോവാണ് യുകെക്ക്. എന്ന്? എന്ത് ജീവടാ ഇതൊക്കെ കടിച്ച എവിടെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. യുകെക്ക് എന്ന്? നാളെ. കല്യാണം വേണം. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് അവന്റെ കല്യാണം. എല്ലാരും അടിച്ചു കയറി വാ. ഈ ചളിനെ ചവിട്ടിക്കൂട്ടി കടലെറിയാൻ. താൻ വലിയ ഡാൻസുകാരനല്ലേ? ഒരല്പം മനക്കട്ടി, സ്വല്പ തൊലിക്കട്ടി, ചങ്കൂറ്റം, ഇത് തന്നെ ഡാൻസ്. ഇതുകൊണ്ടുള്ള നേട്ടം മെയ്വഴക്കം. പ്രകാശേ, ആരാ വന്നിരിക്കണേ നോക്കിയേ. വാ നമുക്കറിയാം. സകല സുന്ദരികളും മലവെള്ളപ്പാച്ചിരിൽ ഉണക്കത്തേങ്ങ ഒരു ഒഴി കിടക്കുന്ന സ്ഥലമാണിത്. സ്പാർക്ക് ഉള്ളതിനെ നോക്കി നീ സെലക്ട് ചെയ്യേ. ഈ അനുരാഗപ്പൂ തിങ്കൾ കനിയാകുമോ? എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. ഇതേതാ ഈ പുതിയ അവതാരം? ആ പോയ ബൈക്കിന് തിരിച്ചു വരുവോ? ശിവകാമിയെ എന്താ ഉണ്ടാക്കരുത് തുള്ളരുത്. എന്റെ കാലുമേൽ ആണി കയറിയ എത്ര നേരം എന്നറിയ പാട്ട് തുടങ്ങിയിട്ട് ചെവിവേദന എടുക്കാൻ മനുഷ്യൻ. മൃതഗീതികളെന്നും ഉണരുന്ന വേദിയിൽ കൃഷ്ണമിഴികളിത ഇവളാള് കൊള്ളാമല്ലോ. വിസ്മയത്തെ മാമാ പെണ്ണു കൊല്ലാം മാമാ. ദൈവമേ, ബാക്കാണല്ലോ കണി. അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. നെക്സ്റ്റ് പേഷ്യന്റ്. അയ്യോ, ചുഴലിയാന്നോ? ഒരുത്തന്താണ്ട ചുഴലിയാന്ന് തോന്നുന്നു. കിടന്ന് പിടയ്ക്കുന്ന കണ്ടില്ലേ? ഒന്നെടുത്ത് ആശുപത്രിയിൽ. ഇവിടെ നമ്മൾ ആദ്യം കേറുമ്പോ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇവിടെ ഭീകരന്മാരായിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഡേയ്, എന്തോന്നാ പോണത്? ഒന്നും പറയാനില്ല. എങ്ങനെ? നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം.
അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ? വാരസ്യാരെ, ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ലക്ഷണം കൊണ്ട് നല്ലതാണ് ചമ്പി. ഐശ്വര്യം പോയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അമ്മയുടെ പൊന്നാരാ പെട്ടെന്ന് വരൂ പോയിട്ട്. ഉറപ്പല്ലേ? എന്നാ ഒരു ഉമ്മതാ. വല്ലതും മനസ്സിലായ? ഇല്ല. ആ അതാ. നിനക്ക് ബുദ്ധിയില്ലാത്താട്ടോ. എന്തെങ്കിലും ചെയ്യണതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കണം. ഒന്നേ ഉള്ളതിന് ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നാ. എന്നെ ആരും ഒലക്കൊക്കെ അടിച്ചിട്ടില്ല ഇതുവരെ. നിന്നെ ഒലക്കൊക്കെ അടിച്ചാ ഒലക്ക അടിച്ചു പോകും. നമുക്കൊരു വെറൈറ്റി പിടിക്കാം. ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല. കള്ളിന് തൊട്ടിന് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. നിന്റെ വിഷമം എന്താണെങ്കിലും പറ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. ഞങ്ങൾ കൂടെ ലളിതഗാനത്തിന് 1ാം സമ്മാനം അപ്പീൽ മുഖേന നേടിയെടുത്ത ആ കലാകാരനെയാണ് നമ്മൾ ഇപ്പൊ പരിചയപ്പെടാൻ പോകുന്നത്. അതെ, ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് കണ്ണനും നയനാംബുജങ്ങൾക്കും കൗതുകമുണർത്തുന്ന കാഴ്ചകൾ ദൈവമേ ഇനിയും കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുക. പക്ഷേ ഞാൻ ഇനിയും വരും. നിന്റെ കഷ്ടപ്പൊക്കെ കാണുന്നവരെ ഞാൻ ഇനിയും വരും. ഗുഡ് നൈറ്റ്.